ഇന്റീരിയർ റെൻഡേഴ്സിൽ ഫാബ്രിക് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി പല 3D ആർട്ടിസ്റ്റുകളും മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ ഫൈനൽ റെൻഡർ കാണുമ്പോൾ അത് സ്റ്റിൽ ഫേക്ക് ആയാണ് ഫീൽ ചെയ്യാറുള്ളത്. പ്രോബ്ലം അതിന്റെ മോഡലിലോ ലൈറ്റിങ്ങിലോ അല്ല, മെറ്റീരിയൽസ് ഗസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ്. ഈ വീഡിയോയിൽ റിയൽ സ്കാൻഡ് ഫാബ്രിക് മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ആക്സസ് ചെയ്യാം എന്നെല്ലാം ചെക്ക് ചെയ്യാം. Hi friends, welcome to my YouTube channel H Media. 3ds Maxലേക്ക് റിയൽ വേൾഡ് ഫാബ്രിക്സിനെ കൊണ്ടുവരുന്നതിനായി ഫൈബർ ഗാർഡ് എന്ന ഈ ഒരു ഫ്രീ പ്ലഗിൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്ലഗിൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കളർ, ഡിസൈൻ ടൈപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ബേസിക്കലി ഒരു ഫാബ്രിക് ലൈബ്രറിയാണ്. പക്ഷെ എന്നാൽ ഇതൊരു സാധാരണ ടെക്സ്റ്റ് ലൈബ്രറിയുമല്ല. റിയൽ വേൾഡ് ഫാബ്രിക്സ് സ്കാൻ ചെയ്തുകൊണ്ടാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു ഫാബ്രിക് സെലക്ട് ചെയ്ത് നമ്മുടെ 3D മോഡലിലേക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യമായി ഇവിടെ കാണുന്ന ഈ ഒരു ഫാബ്രിക് ആണ് ഞാൻ ഈ സോഫ്റ്റ്വെയറിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇവിടെ ഡൗൺലോഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫാബ്രിക് ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ മോഡലിലേക്ക് ഇതിനെ അസൈൻ ചെയ്യുന്നതിനായി ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് നമ്മുടെ മോഡലിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡൽ സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതുമാണ്. ഇവിടെ നമ്മുടെ മോഡലിൽ ഈ ഒരു മെറ്റീരിയൽ അസൈൻ ആയതായി കാണാവുന്നതാണ്. നമ്മൾ ഇതിൽ നിന്നും ഒരു ഫാബ്രിക് സെലക്ട് ചെയ്ത് നമ്മുടെ മോഡലിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയൽ എക്സ് ഫോർമാറ്റിലാണ് നമ്മുടെ മോഡലിൽ ആ ടെക്സ്റ്റേഴ്സ് അസൈൻ ആകുന്നത്. മെറ്റീരിയൽ എക്സ് എന്നത് ഡിഫറെന്റ് സോഫ്റ്റ്വെയറുകളിലും റെൻഡർ എഞ്ചിനുകളിലും മെറ്റീരിയൽസിനെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഈ മോഡലിലേക്ക് അസൈൻ ചെയ്തപ്പോൾ ട്വിൻ ബ്രൂ മോഡിഫയർ അഥവാ V-Ray ഡിസ്പ്ലേസ്മെന്റ് മോഡിഫയർ നമ്മുടെ മോഡലിൽ അസൈൻ ആകുന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് ആവശ്യമുള്ള ടെക്സ്ചറുകളിൽ നമുക്കിത് യൂസ് ചെയ്യാനും ടെക്സ്ചർ ഫ്ലാറ്റ് അല്ലാതെ ആക്ച്വൽ ജോമെട്രി ആയി മാറുന്നതാണ്. ഇനിയൊരു മെറ്റീരിയൽ നമുക്കിതിന്റെ ആവശ്യമില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ വിസിബിലിറ്റി ഓഫ് ചെയ്യാവുന്നതുമാണ്. മെറ്റീരിയൽ എക്സ് V-Rayയിൽ സപ്പോർട്ട് ചെയ്യുമെങ്കിലും മോഡലിൽ പ്രിവ്യൂ നമുക്ക് ഇതുപോലെയാവും ലഭിക്കുക. മെറ്റീരിയൽ എക്സിന് പകരം നമുക്കിതിലെ ടെക്സ്റ്റേഴ്സിനെ യൂസ് ചെയ്ത് മാനുവലായി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്ത് ഇതിലേക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഫാബ്രിക് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ഫോൾഡർ ലൊക്കേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു റെൻഡർ എഞ്ചിനിലും റിയലിസ്റ്റിക് ആയ മെറ്റീരിയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. മെറ്റീരിയൽ എക്സിലൂടെ അപ്ലൈ ചെയ്ത ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റെൻഡർ ചെയ്ത് ചെക്ക് ചെയ്യാം. ഇതുപോലെ റിസൾട്ടാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഏതൊരു ടെക്സ്ചറും ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് ഇതിലെ ഡിഫോൾട്ട് മെറ്റീരിയലായ മെറ്റീരിയൽ എക്സിലൂടെയോ അല്ലെങ്കിൽ ഇതിലൂടെ ഡൗൺലോഡ് ചെയ്യുന്ന ടെക്സ്റ്റേഴ്സിനെ മാനുവലായി നമ്മുടെ മെറ്റീരിയൽസിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതുമാണ്. ഇതുപോലെ ഫൈബർ ഗാർഡ് പ്ലഗിന് യൂസ് ചെയ്ത് റിയൽ ഫാബ്രിക്സിനെ 3ds Maxലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ പ്ലഗിനാണ്. ഈ പ്ലഗിന്റെ ലിങ്ക് എച്ച് മീഡിയയുടെ വാട്സ്ആപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.